Hi friends, welcome back. നമുക്ക് എല്ലാവർക്കും അറിയാം പോക്കോ എല്ലാ കാലത്തും ഏറ്റവും മികച്ച ഫോണുകൾ ഏറ്റവും നല്ല വിലയിൽ കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇന്ന് അവർ മറ്റൊരു ഫോൺ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്, പോക്കോ M4PRO 5G. ഈ ഒരു ഫോൺ. അപ്പോൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? ഇത് ആക്ച്വലി പോക്കോയുടെ ആ ഒരു സ്റ്റൈലിന് അനുസൃതമായ ഒരു നല്ല ഫോൺ തന്നെയാണോ അതോ ഇനി എന്തെങ്കിലും പോരായ്മയുണ്ടോ? നമ്മൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതൊരു 5G ഫോണാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. 7 ബാൻഡ് 5G സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു 5G ഫോണാണ്. സോ 5G ഫോണുകളുമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫോണിനെ കമ്പയർ ചെയ്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് ഈ ഫോൺ? 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം ഈ ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതാണ് പോക്കോ M4PRO 5G എന്ന ഫോണിൻ്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഒരു യെല്ലോ ബോക്സ് നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. യെസ്, ഇതിനകത്ത് യൂഷ്വലി വരുന്ന പോലെ തന്നെ കേസും ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഗുഡ് ക്വാളിറ്റി കേസൊക്കെ തന്നെയാണ് വരുന്നത്. നമുക്കിതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നേരെ ഫോണിലേക്ക് വരാം. സോ അപ്പോൾ ഇതാണ് പോക്കോ M4PRO 5G എന്ന പോക്കോയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് റേഞ്ചിലെ 5G ഫോൺ. പോക്കോയുടെ ഇപ്പോഴത്തെ ഒരു ഡിസൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. നിങ്ങൾക്ക് കാണാം, ഒരു വലിയ ലോഗോ അടങ്ങുന്ന ഒരു ക്യാമറ മോഡ്യൂൾ. ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്കിത് അത്ര വലിയ താല്പര്യമായില്ല കേട്ടോ. പക്ഷേ ഇതവർ പറയുന്നത് ഇത്തിരി വ്യത്യസ്തമായൊരു ഡിസൈൻ എന്നാണ്. അതായത് സാധാരണഗതിയിലുള്ള ഡിസൈനുകളിൽ നിന്നും ഈ ഒരു ഫോണിനെ ഒറ്റനോട്ടത്തിൽ തന്നെ ഇത് പോക്കോയാണ്, വെറൈറ്റി ആണെന്ന് തിരിച്ചറിയാൻ പാകത്തിന് ഒരു വ്യത്യസ്തമായ ഡിസൈൻ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടമായോ? അത് നിങ്ങളാണ് പറയേണ്ടത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതിന് മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 33 വാട്ടിൻ്റെ ഒരു ചാർജർ, അതേപോലെ ടൈപ്പ് സി കേബിളും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അത്രയുമാണ് ബോക്സിലെ കാര്യങ്ങൾ. നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഫോണിൻ്റെ ഒരു ഓവർവ്യൂ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം താഴത്തെ സൈഡിൽ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ പ്ലസ് ഇൻറ്റഗ്രേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, പിന്നെ വോളിയം ബട്ടണും കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. 2 സിം എന്ന് പറയുമ്പോൾ ഡുവൽ 5G ആണ്. 2 സിമ്മും 5G തന്നെ ഉപയോഗിക്കാം. ടോപ്പ് സൈഡിൽ IR സെൻസർ, അതേപോലെ തന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, സ്പീക്കർ ഗ്രില്ല്. റേസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ അടങ്ങുന്ന ഒരു ക്യാമറ മോഡ്യൂൾ. ഇത്തവണ പോക്കോ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് കുറേ 2 മെഗാ പിക്സൽ ക്യാമറകൾ വെക്കാതെ മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിൻ്റെ ഒപ്പം ഒരു 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഒരു നല്ല ഒരു ഘടകമായത്. ഇനി ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ്. ക്വാളിറ്റിയൊക്കെ നമുക്ക് നോക്കാം. ഫ്രണ്ടിലെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 6.6 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റുള്ള LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ച് പരാതികളൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ല. നിങ്ങൾക്ക് അവിടെ കാണാം ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ. ഒരു ഡീസൻറ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. വ്യൂവിംഗ് ആംഗിൾസിനും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. സഫീഷ്യൻ്റായ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളുണ്ട്. ഒരു നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. LCD ഡിസ്പ്ലേ ആണ്. ഇനി ഇത് IP53 സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളതാണ്. സോ അത്യാവശ്യം വെള്ളമൊക്കെ പെട്ടെന്ന് തെറിച്ചാലും ഇതിനങ്ങനെ വെള്ളം കയറി നാശമാവുന്നില്ല. ആ ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഉണ്ട്. കംഫർട്ടും ലൈറ്റ് വെയിറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 8.8mm തിക്നെസ് ആണ്. 195 ഗ്രാം വെയിറ്റ്. സോ ഓവർ വെയിറ്റ് എന്നൊന്നും പറയാനില്ല. ഒരു ഡീസൻ്റ് ആയ ലെവൽ തന്നെ. ലൈറ്റ് വെയിറ്റ് ഒന്നും പറയാനില്ല. സോ ഒരു നോർമലായ ഒരു ഡിസൈൻ. പെർഫോമൻസ് 5G ഫോണാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. സോ 5G പ്രോസസ്സറാണ്. മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 810 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 6nm പ്രോസസ് ടെക്നോളജിയൊക്കെ ആയിട്ട് വരുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കിയാൽ 5G ഫോണുകൾ നോക്കിയാൽ അതിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. സോ ഇവിടെ പ്രൈസ് എത്രയാണെന്ന് പറയാതെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇതിൻ്റെ പ്രൈസ് 4GB റാം 64GB സ്റ്റോറേജിന് 14,999 രൂപയാണ്. 6GB റാം 128GB സ്റ്റോറേജിന് 16,999 8GB റാം 128GB സ്റ്റോറേജിന് 18,999 രൂപയാണ്. എക്സൈറ്റിംഗ് ആയ ലോഞ്ച് ഓഫറുകളും ഉണ്ടായിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ ഒരു ലോഞ്ചിൻ്റെ അവസാന ഭാഗത്തായിട്ട് പറഞ്ഞ കാര്യമാണ്. എന്തായാലും ഇതാണ് ഇതിൻ്റെ പ്രൈസ്. 4GB റാം 64GB സ്റ്റോറേജിന് 15,000. ഇങ്ങനെ നോക്കിയാൽ ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസിൽ നോക്കിക്കഴിഞ്ഞാൽ ദി ബെസ്റ്റാണ്. ഇതിനേക്കാൾ മികച്ച ഒരു 5G പ്രോസസ്സർ ഈ ഒരു റേഞ്ചിൽ കിട്ടാനില്ല. സോ പോക്കോ ഫോൺ എന്ന രീതിയിൽ ഈ ഫോൺ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഏറ്റവും മികച്ച സെറ്റപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പെർഫോമൻസ് വൈസ്. ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസും അതേപോലെ UI പെർഫോമൻസും ഒക്കെ നമുക്ക് നോക്കാം. UI യാതൊരു ലാഗും കാര്യങ്ങളുമില്ല. പക്ക സ്മൂത്താണ്. പോക്കോ ആ കാര്യത്തിൽ എപ്പോഴും മികച്ച തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ ലോഞ്ചർ അടിപൊളിയാണ്. എല്ലാ സെക്ഷനും ഒരുപോലെ സ്മൂത്താണ്. സെറ്റിംഗ്സ് ആവട്ടെ, കൺട്രോൾ സെൻറ്റർ ആവട്ടെ, ആപ്പ് ഡ്രോ ആവട്ടെ, എല്ലായിടത്തും വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. MIUI വേർഷൻ 12.5.4 ഇതാണ് സ്റ്റേബിൾ വെർഷനാണ്. MIUI 13 താമസിയാതെ തന്നെ പോക്കോ ഫോണുകളിലേക്ക് കിട്ടിത്തുടങ്ങുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ലോഞ്ചിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായ ഒരു അനൗൺസ്മെൻ്റ് ആണ്. താമസിയാതെ പോക്കോ ഫോണുകളിലേക്ക് MIUI 13 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും പല ഫോണുകളും ആൻഡ്രോയിഡ് 11 വെച്ച് തന്നെയാണ് ഇറങ്ങുന്നത്. സോ ഇതും ആൻഡ്രോയിഡ് 11 വെച്ച് തന്നെയാണ് വരുന്നത്.
സോ എന്തായാലും മൊത്തത്തിൽ യൂസ് ചെയ്യാൻ വളരെ സ്മൂത്താണ്. ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ രീതിയിലുള്ളൊരു ഗെയിമിംഗ് പെർഫോമൻസ്. സോ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിക്ക് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഒരു 5G ഫോണാണ്, ഇവിടെ 5Gക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. ബട്ട് ഇതിനകത്ത് ഗെയിം നിങ്ങൾക്ക് ഇതായി കാണുന്ന രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ LPDDR4X റാമാണ് ഇതിൽ വരുന്നത്. UFS 2.2 സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ടെർബോ റാം പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമുക്ക് സ്റ്റോറേജിൽ നിന്ന് റാം ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ 2-3 GB റാമൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തും ഉപയോഗിക്കാം. സോ പോക്കോ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് സെറ്റപ്പാണ്, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമേജ് സാമ്പിളുകൾ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലുള്ളൊരു ഇമേജ് ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറ തരുന്നത്. ഒരു 5G ഫോൺ നമ്മൾ ഈ ഒരു പ്രൈസിൽ എടുക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു ക്യാമറയിൽ കിട്ടാവുന്ന ഒരു നല്ല ക്വാളിറ്റിയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്കൊരു 5G ഫോൺ ഈ ഒരു 15,000 രൂപ റേഞ്ചിൽ വന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിയുള്ള ക്യാമറ മതിയോ? വീഡിയോ ക്വാളിറ്റി അടക്കം നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറയുടെ എല്ലാ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ട് തന്നെ മനസ്സിലാക്കുക. ഇൻക്ലൂഡിങ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷണൽ അടക്കം ഇമേജുകളും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഓവറോൾ ഇതിൻ്റെ മെയിൻ ക്യാമറ ഈ രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് നമുക്ക് ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷണലായാലും ഒക്കെ നമുക്ക് തരുന്നത്. സെൽഫി ക്യാമറ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേ ലൈറ്റ് ഇമേജുകൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്കിത് മതിയോ? 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഡേ ലൈറ്റിലെയും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെയും ഒക്കെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ സെൽഫി ക്യാമറ ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണ് നമുക്ക് തരിക. വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വീഡിയോ ക്വാളിറ്റി ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും ഒക്കെ ഇതിൻ്റെ ക്യാമറ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ട് തന്നെ മനസ്സിലാക്കാം എങ്ങനെയുണ്ട് ആ ക്വാളിറ്റി എന്നുള്ളത്. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറയുടെ ഒരു പെർഫോമൻസ്. ഓവറോൾ ഈ ഒരു പ്രൈസിൽ ഒരു 5G ഫോൺ ഏറ്റവും മികച്ച പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലസ് ഇങ്ങനെ ഒരു ക്യാമറ, നല്ല ഡിസൈൻ, നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പ്, ഓവറോൾ ഒരു 5G ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പോക്കോ ഒരു നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബാറ്ററി 5000 mAh ഉണ്ട്, 33 വാട്ട് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. സോ ബാറ്ററി ലൈഫിലും ഇഷ്യൂസ് ഇല്ല, അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡും ഈ ഫോണിനുണ്ട്. സോ ഇത്രയുമാണ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ചില ചെറിയ കാര്യങ്ങൾ. ഒന്ന്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ പെർഫോമൻസ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, വളരെ ഫാസ്റ്റ് ആണ്. ഫേസ് അൺലോക്കും കാര്യങ്ങളും അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ സാർ വാല്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 0.838 ആണ് വരുന്നത്. ബോഡി സാർ വാല്യൂ 0.688 ആണ് വരുന്നത്. ക്യാമറ ടു API ലെവൽ 3 തന്നെ വരുന്നുണ്ട്. DRM ലൈസൻസ് വൈഡ് ബൈൻ L1 തന്നെ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ആ മേഖലയിലില്ല. OTG കേബിളും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഒരു നല്ല 5G ഫോണിൽ ഉണ്ടാവേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്ലസ് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പ്രോസസ്സറും അടങ്ങുന്ന ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ഫോണിലുണ്ട്. സോ ഒരു നല്ല 5G ഫോൺ ആണോ ഇതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച 5G ഫോൺ തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാം, എനിക്കറിയാം ഇത് പേര് മാറ്റി വന്നിരിക്കല്ലേ, രൂപം മാറ്റി പേര് മാറ്റിയൊക്കെ വന്നിരിക്കല്ലേ എന്ന് ചോദിച്ചാൽ യെസ്, സംശയമൊന്നും വേണ്ട, അത് തന്നെയാണ് സംഭവം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.